കാർഷിക വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ച മോദി സർക്കാരിന് യൂത്ത് ഫ്രണ്ടിന്റെ പേരിൽ ആശംസകൾ നേരുന്നുവെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. സമരം ചെയ്യാനുള്ള ആയുധമായി യുവാക്കളെ ഉപയോഗിച്ച് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നവർക്ക് കാലം മറുപടി നൽകുമെന്നും സജി കൂട്ടിച്ചേർത്തു. കേരള യൂത്ത് ഫ്രണ്ടിന്റെ 55ാം ജന്മദിനാഘോഷം കോട്ടയം തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കൺവീനർ ടിജോ കുട്ടുമേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, സംസ്ഥാന ഓഫീസ് ജനറൽ സെക്രട്ടറി പ്രസാദ് ഉർലുകുന്നം, ട്രഷറർ റോയ് ജോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശിവപ്രസാദ് ഇരവിമംഗലം, മോഹൻദാസ് അമ്പലാറ്റിൽ, രാജേഷ് ഉമ്മൻകോശി, കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ, ജെയ്സൺ ജോസ്, ജോയിക് സി കാപ്പൻ, യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ലിബിൻ കെ.എസ്, സന്തോഷ് മൂക്കിലിക്കാട്ട്, ബിനു ആയിരമല, ടോമി താണൂരിൽ, ബിജു കണിയാമല, പ്രതീഷ് പട്ടിത്താനം, മിഥുൻ നാരായണൻ, സതീഷ് കോടിമത എന്നിവർ പ്രസംഗിച്ചു. കേരള യൂത്ത് ഫ്രണ്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കേരള കോൺഗ്രസ് രൂപീകൃതമായ ശേഷം തിരുനക്കരയിൽ യൂത്ത് ഫ്രണ്ട് ജന്മദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. കർഷക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് കടന്നുവന്ന ജോയ് സി കാപ്പനെ പാർട്ടി ചെയർമാൻ ഷാ അണിയിച്ച് സ്വീകരിച്ചു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും ജന്മദിന ചടങ്ങുകൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ തിരുനക്കരയിൽ തന്നെ ആഘോഷിക്കുമെന്നും ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പ്രഖ്യാപിച്ചു. എല്ലാവരുടെയും അനുമതിയോടുകൂടി നമ്മുടെ ഇപ്പോഴത്തെ 55ാമത് ജന്മദിന ആഘോഷം ഈ കേക്ക് കട്ടിയുകൊണ്ട് നിർവഹിക്കും. സഖ്യത്തോടൊപ്പം NDAക്കൊപ്പം ഇന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾ ഇന്ന് ചേർത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് 3ാം മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. ഈ രാജ്യത്തെ സാധാരണക്കാരും കൃഷിക്കാരുമായ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കാർഷിക വിളകൾക്ക് അല്ലെങ്കിൽ താങ്ങുവില പ്രഖ്യാപിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭയുടെ തീരുമാനവും ഒപ്പം ചാർത്തിയെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ കൃഷിക്കാർക്ക് വലിയ ആശ്വാസം പകരുന്ന പദ്ധതിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള നരേന്ദ്രമോദി ഗവൺമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ ആ പിന്തുണ കൊടുക്കണമെന്ന് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടി അതിന്റെ എന്താ പറയുന്നത് ശൈശവ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 14 ജില്ലകളും പാർട്ടിയുടെ പോഷക സംഘടനയാണ്. വരുന്ന 2 മാസത്തിനകം കോട്ടയത്ത് ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടുകൂടി കേരള കോൺഗ്രസിന്റെ ശക്തി കോട്ടയത്ത് വിളിച്ച് അറിയിക്കുന്നത് കൂടി അറിയിക്കുന്നതിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ഈ ജന്മദിന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന മുഴുവൻ യൂത്ത് ഫ്രണ്ടിന്റെയും പാർട്ടിയുടെയും മുഴുവൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കേരള കോൺഗ്രസിന്റെ കേരള യൂത്ത് ഫ്രണ്ടിന്റെ ജന്മദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഏവർക്കും ചിരിക്കട്ടെ. നന്ദി.